ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ദോശയും അതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ദോശയുടെ ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് തൈര് ചേർക്കുന്നുണ്ട്. ഇതൊരു ഇൻസ്റ്റൻറ്റ് ദോശയാണല്ലോ, അപ്പോൾ പുളിപ്പിന് വേണ്ടിയിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. റവയൊക്കെ ചേർക്കുന്നതല്ലേ, അപ്പോൾ അടിയിൽ ഊറിക്കിടക്കുന്നുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അങ്ങനെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ദോശമാവിൻ്റെ അതേ കൺസിസ്റ്റൻസി തന്നെയാണ്. നമുക്കിനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് സവാള, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ദോശമാവ് റെഡിയായ ഉടൻ തന്നെ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പാന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ദോശമാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ ഇത് തിക്കായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ പരത്തിയെടുക്കേണ്ട, കുറച്ച് തിക്കായിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിൽ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ദോശ ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചു വെക്കണം. കൂടുതൽ സമയമൊന്നും അടച്ചു വെക്കേണ്ട, ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ട് കൂടുതൽ സമയം വെക്കുകയൊന്നും വേണ്ട. നമുക്ക് വേഗം തന്നെ ഇതെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ദോശ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുള്ള ദോശയാണ്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കറി തയ്യാറാക്കണം. ദോശയ്ക്ക് പറ്റിയിട്ടുള്ള ചട്നി റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി. ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഗ്രീൻ പീസ് കറി റെസിപ്പിയാണ്. തേങ്ങ ചേർത്തിട്ടും ചേർക്കാതെയൊക്കെ ഗ്രീൻ പീസ് കറി വെക്കാറുണ്ട്. ഞാനിന്നിവിടെ തേങ്ങ ചേർക്കാതെയുള്ള വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പിൽ കുറച്ച് കൂടുതലുണ്ടാവും, 2 ടേബിൾ സ്പൂണൊക്കെ കൂടുതലുണ്ടാവും. ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ രാത്രി വെക്കുന്നതല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഒരു സവാള ചേർക്കുന്നുണ്ട്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 7-8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് മുങ്ങുന്ന വണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. 3 വിസിൽ വരുന്നത് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, എല്ലാ ഗ്രീൻ പീസിനും ഒരേ വേവായിരിക്കില്ല. എന്താ പറയുക, പഴകിയ ഗ്രീൻ പീസൊക്കെ ആണെങ്കിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഒരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടും വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിൽ കൂടെ നോക്കാം. 4 വിസിൽ കൊണ്ടൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം.
3 വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തതാണ്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ദേ ഗ്രീൻ പീസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് അടിഞ്ഞു വരികയൊന്നും വേണ്ട, ഈ ഒരു പാകത്തിൽ വെന്ത് വന്നാൽ മതിയാവും. വെള്ളം കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കണ്ടേ ഇത് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ ഇതുപോലെ കുറച്ചെടുക്കാം. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ദേ നന്നായിട്ട് വെന്തടിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. അപ്പോൾ ഇനി അടച്ച് വെച്ചുകൊണ്ട് നമുക്ക് വിസിൽ വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കോരി അങ്ങ് മാറ്റി വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് ഗ്രീൻ പീസ് നമുക്കിതുപോലെ മാറ്റി വെക്കണം. എന്നിട്ട് ചൂടാറി വന്നാൽ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണുള്ളത്. എന്നിട്ട് കറിയിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കറി ചൂടാക്കിയെടുക്കാം. കറി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് കറിയിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് വറ്റൽമുളക് 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചുവന്നുള്ളി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. കൂടുതലായാൽ പിന്നെ കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരച്ച തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാതെയും പല വിധത്തിലും ഗ്രീൻ പീസ് കറി തയ്യാറാക്കാം. തേങ്ങ ചേർത്തിട്ടുള്ള ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി പിന്നീട് ഒരിക്കൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്